വെളിച്ചെണ്ണയുടെ മണവും നിറവുമുള്ള ദ്രാവകമാണ് വെളിച്ചെണ്ണ എന്ന വ്യാജേന പാക്കറ്റ് കവറുകളിൽ നമ്മുടെ അടുക്കളയിലേക്ക് എത്തുന്നത്. ലിക്വിഡ് പാരഫിൻ ഉൾപ്പെടെയുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളും പാം ഓയിൽ, പാം കന്നൽ ഓയിൽ, സോൾവെന്റ് ഓയിൽ തുടങ്ങിയ വിലക്കുറവുള്ള മറ്റെണ്ണകളും വെളിച്ചെണ്ണയുടെ സുഗന്ധത്തോടെ നമ്മുടെ കൈകളിലേക്ക് എത്തുന്നു. സംസ്ഥാനത്തിന്റെ പല ഭാഗത്തുനിന്ന് ശേഖരിച്ച 10 വെളിച്ചെണ്ണ സാമ്പിളുകളാണ് കേരളത്തിനകത്തും പുറത്തുമായി 3 അംഗീകൃത ലാബുകളിലായി പരിശോധിച്ചത്. ഇതിൽ മിക്കതും വെളിച്ചെണ്ണയെ ആയിരുന്നില്ല എന്നതാണ് ഞെട്ടിക്കുന്ന പരിശോധനാ ഫലം. തമിഴ്നാട്ടിലെ കാങ്കയം, പൊള്ളാച്ചി, നെഗമം എന്നിവിടങ്ങളിലെയും കർണാടകത്തിലെ ഉൾഭാഗങ്ങളിലെയും അനധികൃത മിക്സിംഗ് പ്ലാന്റുകളിൽ നിന്ന് മായത്തിൽ കുളിച്ച വെളിച്ചെണ്ണയുമായി പ്രതിദിനം 100 കണക്കിന് ടാങ്കർ ലോറികളാണ് അതിർത്തി കടന്നെത്തുന്നത്. ഇത് പരിശോധിക്കാനോ നിയന്ത്രിക്കാനോ ഉള്ള സംവിധാനങ്ങളൊന്നും നിലവിലില്ല. ഇതിൽ പിന്നെയും നിറവും മണവും കേടാകാതിരിക്കാനുള്ള രാസവസ്തുക്കളും ചേർത്ത് ഓരോ കമ്പനികളും ആകർഷകമായ പാക്കറ്റുകളിൽ വിപണിയിലെത്തിക്കുന്നു. മായത്തിൽ മുങ്ങിയ വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കാൻ വിധിക്കപ്പെട്ടവരാണ് നാളികേരത്തിന്റെ സ്വന്തം നാട്ടുകാർ. പരിശോധനാ സംവിധാനം കാര്യക്ഷമമല്ലാതിരിക്കുകയും നിയമം നിസ്സംഗമാവുകയും ചെയ്യുമ്പോൾ നിസ്സഹായരാകുന്നത് പാവം ഉപഭോക്താക്കളാണ്. ക്യാമറാമാൻ വേണുകുട്ടനൊപ്പം ലേബി സജീന്ദ്രൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ജില്ലയിൽ വ്യാപകമായി അളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി പാലിൽ മായം ചേർക്കുന്നതായി ജില്ലാ കളക്ടർക്ക് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് സംഭവം സംബന്ധിച്ച് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം നടത്തി. ഈ അന്വേഷണത്തിൽ സംഭവം ശരിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായുള്ള പരിശോധനകൾ നടക്കുന്നതിനിടെ ആണ്ടിപ്പെട്ടി ചെക്ക് പോസ്റ്റിൽ കാലിത്തീറ്റ എന്ന പേരിൽ ചാക്കിൽ നിറച്ച സാധനങ്ങളുമായി ഒരു വാഹനമെത്തി. പോലീസ് നടത്തിയ പരിശോധനയിൽ വാഹനത്തിലുള്ളത് കാലിത്തീറ്റയല്ലെന്ന് മനസ്സിലായി. തുടർന്ന് വാഹനത്തിലെത്തിയവരെ ചോദ്യം ചെയ്തതിൽ നിന്നും പാലിൽ മായം ചേർക്കാനായി കൊണ്ടുവന്ന മാൾട്രോഡെക്സ്ട്രെയിൻ എന്ന പൊടിയാണിതെന്ന് കണ്ടെത്തി. തുടർന്ന് ക്ഷീരവികസന വകുപ്പിലെയും മൃഗസംരക്ഷണ വകുപ്പിലെയും ആരോഗ്യ വകുപ്പിലെയും ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. 40 ലിറ്റർ കൊള്ളുന്ന പാൽ ക്യാനിൽ 25 ലിറ്റർ പാലും 15 ലിറ്റർ വെള്ളവും ചേർത്ത ശേഷം 1 കിലോ പൊടിയും കൂടി കലർത്തിയാണ് കൃത്രിമ പാൽ തയ്യാറാക്കുന്നത്. വെള്ളം ചേർക്കുമ്പോൾ കൊഴുപ്പിന്റെയും കൊഴുപ്പിതര ഘടകങ്ങളുടെയും അളവിലുണ്ടാകുന്ന കുറവ് ഇല്ലാതാക്കാനാണ് ഈ പൊടി കലർത്തുന്നത്. பொதுமக்கள் அன்றாட பயன்படுத்தக்கூடிய பால் போன்ற முக்கியமான பொருட்கள் கலப்படம் செய்து விற்பதாக சில ரகசிய தகவல் கிடைச்சது. இதை மாவட்ட ஆட்சியாளர் சொன்னா மாவட்ட ஆட்சியர் கடுமையான நடவடிக்கை சொன்னாங்க. இன்னைக்கு கிடைத்த தகவலின்படி இந்த வாகனத்தை தணிக்கை செய்யும் போது மால்டோடெக்ஸ்டின் என்ற ஒரு 40-50 மூடை கொண்ட ஒரு வண்டியை சீஸ் பண்ணோம். ഇത്തരത്തിൽ മായം കലർത്തി തയ്യാറാക്കുന്ന പാൽ തമിഴ്നാട്ടിലെ പാൽ സൊസൈറ്റികളിലും ചില്ലറ വ്യാപാരികൾക്കുമാണ് വിറ്റഴിക്കുന്നത്. ഇവിടെ നിന്നും ശേഖരിക്കുന്ന പാലാണ് കേരളത്തിലേക്കും എത്തുന്നത്. ഒപ്പം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്ത് ചില്ലറ വ്യാപാരികൾ വഴിയും ഇത്തരത്തിൽ മായം ചേർത്ത പാൽ എത്തുന്നുണ്ട്. സംസ്ഥാന ക്ഷീരവികസന വകുപ്പ് അതിർത്തിയിൽ വേണ്ടത്ര പരിശോധന നടത്താത്തതിനാൽ ഇക്കാര്യം ഇതുവരെ കണ്ടുപിടിക്കാനായിട്ടില്ല. പാലിൽ മായം ചേർക്കാനുള്ള പൊടിയുമായി എത്തിയ കടമലക്കണ്ടു സ്വദേശി സെൻട്രായർ കുമാർ, മധുര സ്വദേശി കണ്ണൻ എന്നിവരാണ് പിടിയിലായത്. തേനി, മധുര എന്നീ ജില്ലകളിലായി ഇത്തരത്തിൽ പാലിൽ മായം കലർത്തി വിൽപ്പന നടത്തുന്ന നിരവധി പേർ ഉണ്ടെന്ന് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ളവരെ കണ്ടെത്താനുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. കെ വി സന്തോഷ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. ക്യാബേജിൽ വിഷം, കോളിഫ്ലവറിൽ വിഷം, എന്തിന് കറിവേപ്പിലയിൽ പോലും വിഷം. പരിശോധനാ ഫലങ്ങളുടെ വാർത്തകൾ ഇങ്ങനെ ഓരോ ദിവസവും പുറത്തു വരുന്നു. വാസ്തവത്തിൽ നമുക്ക് പച്ചക്കറികൾ തരുന്ന തമിഴ്നാട്ടിലെ വിശാലമായ കൃഷിയിടങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്? മാതൃഭൂമി ന്യൂസ് അന്വേഷിക്കുന്നു. തൊട്ടടുത്ത ദിവസം കേരളത്തിലെ മാർക്കറ്റിലേക്ക് എത്തേണ്ട മുന്തിരിക്കുലകളിലാണ് ഈ വിഷപ്രയോഗം. കേരളത്തിൽ നിരോധിക്കപ്പെട്ട മോണോക്രോട്ടോഫസ്, പാരാക്യൂറ്റ് എന്നിവയാണ് തമിഴ്നാട്ടിലെ മുന്തിരിത്തോട്ടങ്ങൾ ഇപ്പോൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന കീടനാശിനികൾ. പെട്ടെന്ന് ഒഴുകിപ്പോകാതിരിക്കാൻ കീടനാശിനികളുടെ മിശ്രിതത്തിൽ ഒരു പശയും കൂടി കർഷകർ ചേർക്കുന്നു. ഇത് വിളവെടുക്കാറായ തോട്ടങ്ങളിലെ ദൃശ്യങ്ങളാണെങ്കിൽ മറ്റിടങ്ങളിലും സ്ഥിതി വ്യത്യസ്തമല്ല. മുന്തിരിവള്ളി പൂവിടുന്നതു മുതൽ തുടങ്ങുന്നു വിഷപ്രയോഗം. മാരകമായ കീടനാശിനികളുടെ കൂട്ടിച്ചേർക്കലിന് യാതൊരു ശാസ്ത്രീയതയുമില്ലെന്ന് ഈ ദൃശ്യങ്ങൾ തെളിയിക്കുന്നു. കേരളത്തിൽ നിരോധിച്ചതും മാരകമെന്ന് കണ്ടെത്തിയതുമായ കീടനാശിനി പാക്കറ്റുകളാണ് മുന്തിരിത്തോട്ടങ്ങളിലെല്ലാം. മുൻപ് തമിഴ്നാട്ടിലെ തോട്ടങ്ങളിൽ മുന്തിരി തിന്നാനെത്തുന്ന കിളികളെ ഓടിക്കാനുള്ള കാവൽ മാടങ്ങൾ കാണാമായിരുന്നു.
ഇപ്പോൾ കാവൽമാടങ്ങൾക്ക് പകരമുള്ള കാഴ്ച ഇങ്ങനെ. മുന്തിരിപ്പഴങ്ങൾ തിന്നാൻ കിളികൾ വരാത്തതെന്ന് ചോദിച്ചാൽ കർഷകരുടെ പ്രതികരണം ഇതാണ്. சாப்பிடும் அடுத்த கிளிகிட்ட போய் பறையும் போகாது சாகாது மடிச்சு போகாது அது தொண்டையில ஒரு புண்ணா ரெண்டாவது கடிக்க கொத்த வராது. കഴിച്ചാൽ കിളികൾ പോലും ചത്തൊടുങ്ങുമെന്ന് കർഷകർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന മുന്തിരിപ്പഴങ്ങളാണ് നമ്മൾ വില കൊടുത്തു വാങ്ങിക്കഴിക്കുന്നത്. നിരോധിക്കപ്പെട്ട കീടനാശിനികളിൽ മുങ്ങിക്കുളിച്ചാണ് ഈ മുന്തിരിക്കുലകൾ നമ്മുടെ മാർക്കറ്റിലെത്തുന്നത്. പക്ഷെ ഇത് വാങ്ങുമ്പോൾ നമ്മൾ ഇതൊക്കെ ചിന്തിക്കുന്നുണ്ടോ? ക്യാമറാമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്. വിഷം കഴിക്കുന്ന മലയാളികൾ, മാതൃഭൂമി ന്യൂസ് അന്വേഷണ പരമ്പര. സുൽത്താൻ ബത്തേരിയിലെ സപ്ലൈകോയിൽ നിന്ന് 2 ദിവസം മുൻപ് മീനങ്ങാടി സ്വദേശിയായ ഷാജി ശബരിയുടെ 2 പാക്കറ്റ് വെളിച്ചെണ്ണ വാങ്ങി. വീട്ടിൽ കൊണ്ടുവന്ന് പൊട്ടിച്ചപ്പോൾ മെഴുകുരൂപത്തിലുള്ള ദ്രാവകം കണ്ടു. അപ്പോൾ ഞാനത് സപ്ലൈകോയിൽ പോയി ചോദിച്ചു അവരോട് എന്താണ് ഈ സാധനം. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഞാൻ അവിടെ ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്കുകയും ചെയ്തിരുന്നു. പാക്കറ്റുമായി ഞങ്ങളെ സമീപിച്ചു. എന്താണെന്നറിയാൻ വിദഗ്ധരുടെ സഹായം ഞങ്ങൾ തേടി. വെളിച്ചെണ്ണയ്ക്കൊപ്പം ചേർത്തിരിക്കുന്ന ദ്രാവക രൂപത്തിലുള്ള പദാർത്ഥം പാരാഫിൻ വാക്സ് ആണെന്ന് പരിശോധിച്ച ശേഷം അവർ പറഞ്ഞു, ക്രൂഡ് ഓയിൽ സംസ്കരിക്കുമ്പോൾ കിട്ടുന്നതാണ് ഈ മെഴുക്. ഭക്ഷണ പദാർത്ഥങ്ങളിലെ പോഷകങ്ങൾ ശരീരം വലിച്ചെടുക്കുന്നത് ഇത് തടയും. ദഹനപ്രക്രിയ തടസ്സപ്പെടുത്തും. പാരാഫിൻ വാക്സ് ചേർത്ത വെളിച്ചെണ്ണ തുടർച്ചയായി ഉപയോഗിച്ചാൽ കുടലിൽ ക്യാൻസർ വരും. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഈ രാസവസ്തു ചേർത്താണ് വെളിച്ചെണ്ണ വിപണിയിലെത്തിക്കുന്നത്. മലയാളികളെ വിഷം തീറ്റിക്കുന്നതിൽ നമ്മുടെ സർക്കാരിനും പങ്കുണ്ട്. കുറ്റക്കാർക്കെതിരെ ഒന്ന് പ്രതികരിക്കാൻ പോലും നമ്മുടെ അധികാരികൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. നിഷാന്ത്, മാതൃഭൂമി ന്യൂസ്, വയനാട്. രാസവസ്തുക്കൾ അനിയന്ത്രിതമായി ചേർക്കുന്നതാണ് ശർക്കരയെ വിഷമയമാക്കുന്നത്. ഹൃദയത്തെയും കണ്ണിനെയും ഗുരുതരമായി ബാധിക്കുന്ന ഹൈഡ്രോസ് എന്ന രാസവസ്തുവാണ് ശർക്കരയ്ക്ക് മഞ്ഞ നിറം കിട്ടാൻ ചേർക്കുന്നത്. തമിഴ്നാട്ടിലെ ഒരു ശർക്കര നിർമ്മാണ കേന്ദ്രത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് നടത്തിയ അന്വേഷണം. ആദ്യം ചേർത്തത് കുമ്മായം, പിന്നാലെ കാരം. ശുദ്ധീകരിക്കാനും കരിമ്പിൻ നീര് കട്ടിയാക്കാനുമാണ് ഇവ ചേർക്കുന്നതെന്നാണ് വിശദീകരണം. പിന്നാലെ ഹൈഡ്രോസ് എന്ന രാസവസ്തു ഇട്ടു. രാസവസ്തു വീണതോടെ നീരിന്റെ നിറം മാറി. സുഖകരമല്ലാത്ത ഗന്ധവും വന്നു. പിന്നെയും പലതവണ രാസവസ്തുക്കൾ കരിമ്പിൻ നീരിൽ ചേർത്തു. നിറം നന്നായെങ്കിലും രാസപദാർത്ഥം ശരീരത്തിന് ഒട്ടും നന്നല്ലെന്ന് ഇവർ തന്നെ സമ്മതിക്കുന്നു. ഹൈഡ്രോസ് പോടാമ എടുക്കുന്നത് ഉടമ്പുക്ക് നല്ലത്. ആനാ അത് പോടാമ എടുത്താൽ മാർക്കറ്റ് ഇല്ല. യഥാർത്ഥ നിറത്തിലും ഗുണത്തിലുമുള്ള ശർക്കര വിറ്റുപോകില്ല. മഞ്ഞ നിറമുള്ള ശർക്കരയ്ക്കാണ് ഡിമാൻഡ്. മഞ്ഞ നിറത്തിന് ഇവർ ചേർത്തത് സോഡിയം ഹൈഡ്രോ സൾഫൈറ്റ് എന്ന ഹൈഡ്രോസ് ആണ്. അനിയന്ത്രിത അളവിൽ ഹൈഡ്രോസ് ചേർന്ന ശർക്കര തുടർച്ചയായി കഴിക്കുന്നത് കണ്ണിനെയും ഹൃദയത്തെയും ഗുരുതരമായി ബാധിക്കും. അധികമായാൽ കുമ്മായവും കാരവും വയറിന് ഗുരുതരമായ രോഗമുണ്ടാക്കുമെന്നാണ് വിദഗ്ധപക്ഷം. നല്ല കട്ടിയുള്ള നിറമുള്ള ഉരുളൻ ശർക്കര, രാസപദാർത്ഥം വേണ്ടുവോളം ചേർത്തത്. എന്നെയും നിങ്ങളെയും പോലെയുള്ള ഉപഭോക്താക്കൾക്ക് ഇതിനോടാണ് കൂടുതൽ പ്രിയം. നല്ല ശുദ്ധമായ ശർക്കര തയ്യാറാക്കാൻ ഈ തൊഴിലാളികൾ ഒരുക്കമാണ്. പക്ഷേ വിറ്റുപോവില്ലെന്ന് മാത്രം. രാമനാഥപുരത്ത് നിന്ന് ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം KR ശിവകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. തൊലി കളഞ്ഞ് ഹാനികരമായ നിറങ്ങൾ പൂശിയ പഴങ്ങൾ കേരളത്തിലെ വിപണികളിൽ വ്യാപകമായി എത്തുന്നു. ക്യാൻസർ അടക്കമുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകുന്ന നിറങ്ങളാണ് പഴങ്ങളിൽ ഉപയോഗിക്കുന്നതെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. കൊയിലാണ്ടി സ്വദേശി ഖാദർ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടെ പഴക്കടയിൽ നിന്നാണ് പല നിറത്തിലുള്ള സുന്ദരൻ പേരയ്ക്കകൾ വാങ്ങിയത്. വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് പേരയ്ക്കയ്ക്ക് തൊലിയില്ല. തൊലി കളഞ്ഞ് പല നിറത്തിൽ പെയിന്റ് അടിച്ചിരിക്കുകയാണ്. കിലോയ്ക്ക് 340 രൂപയാണ് വില. അപകടമണത്ത ഖാദർ പേരയ്ക്കയുമായി ഞങ്ങളെ കാണാനെത്തി. ഇദ്ദേഹത്തെയും കൂട്ടി ഞങ്ങൾ ജില്ലാ ഫുഡ് ഇൻസ്പെക്ടറുടെ ഓഫീസിലെത്തി. പരിശോധന നടത്തിയപ്പോഴാണ് കാര്യം ബോധ്യപ്പെട്ടത്.
നിശ്ചിത അളവിൽ കൂടുതൽ ഉപയോഗിച്ചാൽ മാരകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന അന്നറ്റോ, സൺസെറ്റ് യെല്ലോ, FCF ബ്ലൂ എന്നീ രാസവസ്തുക്കളുടെ മിശ്രിതമാണ് ഈ പേരയ്ക്കയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കടുത്ത നിറം കിട്ടാനായി പേരയ്ക്ക മണിക്കൂറുകളോളം ഈ രാസവസ്തുവിൽ മുക്കിയിട്ടതായും വ്യക്തമായി. യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളിലും നിരോധിക്കപ്പെട്ടതാണ് ഈ രാസവസ്തുക്കൾ. 3 നിറവും പച്ചയും വയലറ്റും ചുവപ്പും അതിന്റെ പുറത്തൂടെ കൃത്രിമ നിറങ്ങൾ പുരട്ടിയിട്ടുള്ളതാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിന്റെ ആകർഷകത്വം വർദ്ധിപ്പിക്കുന്നതിനും പുതുമ നൽകുന്നതിനും വേണ്ടിയാണ് അവർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് വളരെ ഗുരുതരമായ ഭവിഷ്യത്തിനുണ്ടാക്കുന്നതാണ്. അലർജി ഉണ്ടാക്കാം. ഈ ഇത്രമാത്രം കൂടുതൽ നിറം ഒരിക്കലും ഒരു സാധാരണ മനുഷ്യന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഉൾക്കൊള്ളാനൊക്കില്ല. ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇത് സ്ഥിരമായ ഉപയോഗം ക്യാൻസറിന് സംശയിക്കുന്നു. തുടക്കത്തിൽ ദഹന പ്രശ്നങ്ങൾക്കും അലർജിക്കും ഭാവിയിൽ അർബുദത്തിനും ഈ രാസവസ്തുക്കൾ കാരണമാകുമെന്നാണ് ഐക്യരാഷ്ട്രസഭ ആരോഗ്യ സംഘടനയുടെ പഠനങ്ങൾ പറയുന്നത്. കേരളത്തിലെ വിപണിയിലെത്തുന്ന ഇത്തരം പഴങ്ങളെക്കുറിച്ച് ഇതാദ്യമായാണ് ഒരു പരിശോധന നടക്കുന്നത്. പേരയ്ക്ക മാത്രമല്ല, മറ്റ് പല പഴങ്ങളും ഇത്തരത്തിൽ നിരോധിക്കപ്പെട്ട നിറങ്ങൾ പൂശിയ ശേഷം വിപണിയിലെത്തിക്കുന്നുണ്ട്. മോഹിപ്പിക്കുന്ന നിറങ്ങളിൽ വിപണിയിലെത്തുന്ന ഇത്തരം പഴങ്ങൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക. വേണ്ടത്ര പരിശോധനയില്ലാതെയാണ് ഇത്തരം പഴങ്ങൾ വിപണിയിലെത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. കോഴിക്കോട് നിന്നും ക്യാമറമാൻ സോളമൻ റാഫേലിനൊപ്പം ജിൽസി ജയരാജ്, ഏഷ്യാനെറ്റ്. ഹോട്ടലിൽ കയറി ബീഫ് ഫ്രൈയും കറിയുമൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഓർക്കുക, കിട്ടുന്നതിൽ കൂടുതലും പോത്തിന്റെ ചങ്കും കരളുമായിരിക്കും. സുനാമി എന്നാണ് ഇതിന്റെ വിപണിയിലെ വിളിപ്പേര്. ഹോട്ടലിൽ ഒരു ദിവസം 20 കിലോ ബീഫ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 5 കിലോയെ യഥാർത്ഥ ഇറച്ചി ഉണ്ടാകൂ. ബാക്കി 15 കിലോയും സുനാമി ആയിരിക്കും, അതും പഴകിയത്. സുനാമിയെക്കുറിച്ചുള്ള പരാതി വ്യാപകമായപ്പോഴാണ് കൊച്ചി കോർപ്പറേഷന്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇതിന്റെ ഉറവിടം അന്വേഷിച്ചത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മട്ടാഞ്ചേരി ഫെറിയിൽ നിന്ന് ഇന്ന് രാവിലെ ഒരു ലോറി നിറയെ പഴകിയ ഇറച്ചി പിടിച്ചെടുക്കുകയായിരുന്നു. ഒരാഴ്ചയിലേറെ പഴക്കമുള്ള 1000 കിലോയോളം ചങ്കും കരളുമാണ് ഇന്ന് പിടിച്ചെടുത്തത്. ഫോർട്ട് കൊച്ചി വൈറ്റില ഭാഗങ്ങളിലെ ഹോട്ടലുകളിൽ വിതരണം ചെയ്യാനെത്തിച്ചതായിരുന്നു ഇത്. കർണാടകയിലെ ഹൂബ്ലിയിൽ നിന്ന് ട്രെയിൻ വഴിയാണ് കൊച്ചിയിലെത്തിച്ചത്. ഇത് നമ്മൾ ഏത് ഹോട്ടലിൽ പോയി ബീഫ് വാങ്ങിയാൽ ലഭിക്കും കാണാൻ പറ്റാവുന്നത് പലരും ലിവറുമാണ് കൂടുതൽ ലഭിക്കുക. അത് ഈ ഇറച്ചിയാണ്. ഇത് വ്യാപകമായ രീതിയിൽ മുഴുവൻ ഹോട്ടലുകളിലും വിതരണം ചെയ്യുന്നുണ്ട്. കിലോയ്ക്ക് 35 രൂപയെ സുനാമിക്ക് വിലയുള്ളൂ. ഇത് വാങ്ങി ബീഫിൽ കലർത്തുന്നതോടെ ഹോട്ടലുകൾക്ക് കിട്ടുന്നത് കൊള്ള ലാഭം. സമൂസ, മീറ്റ് റോൾ, കബാബ് എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതും ഈ സുനാമി അരച്ചുണ്ടാക്കുന്ന പേസ്റ്റ് തന്നെ. അമോണിയം കലർന്ന ഐസിട്ട് സൂക്ഷിക്കുന്ന സുനാമി കഴിക്കുന്നവർക്കുണ്ടാകുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും. സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുടെ കിഡ്നി, ലിവർ തുടങ്ങിയ ഇന്റേണൽ ഓർഗാൻസ് ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യതയും അതുവഴി അത് ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളിലേക്ക് മാറപ്പെടാനും അപ്പോൾ തന്നെ ഗ്യാസ്ട്രിക് അപ്സെറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. സുനാമി കോയ എന്ന് വിളിക്കുന്ന മട്ടാഞ്ചേരി സ്വദേശിയായ കൊച്ചുകോയ എന്ന വിതരണക്കാരനെതിരെയാണ് ഇന്ന് കേസെടുത്തത്. സുനാമി കോയയെ പോലെ നിരവധി പേർ കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കൊച്ചിയിലേക്ക് സുനാമി കടത്തുന്നതായും വിവരം ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യ വിഷൻ, കൊച്ചി. നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലും പഴക്കടകളിലും തിളക്കത്തോടെ ഇരിക്കുന്ന പഴങ്ങളുടെ പൊരുളെന്ത്? വലിയ വില കൊടുത്ത് മലയാളി വാങ്ങുന്ന പഴങ്ങളിൽ പലതും വലിയ രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നവയാണ്. തിരുവനന്തപുരത്തെ ഒരു കടയിൽ നിന്ന് വാങ്ങിയ 1.5 കിലോ ആപ്പിളാണിത്. ചില്ലറക്കാരല്ല, 2 ആപ്പിളുകളും വിദേശികളാണ്. അതുകൊണ്ട് തന്നെ വിലയും കൂടും. 200 രൂപയിലധികം കൊടുത്ത് വാങ്ങിയ ഈ ആപ്പിളിന്റെ യഥാർത്ഥ രൂപം കാണാനുള്ള ഒരു യാത്രയാണത്. അതിന് വേണ്ടത് കയ്യിൽ നല്ല മൂർച്ചയുള്ള ഒരു കത്തി. ആപ്പിളുമായി വീട്ടിലെത്തി മുറിച്ചു കഴിക്കും മുമ്പ് ഒരു കത്തി എടുത്ത് തൊലിയൊന്ന് ചുരുണ്ടുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ ഈ കാണുന്ന മെഴുകൊക്കെ വയറ്റിലെത്തും. ആപ്പിളുകൾ മാസങ്ങളോളം ഇരിക്കാൻ പഴങ്ങളുടെ വിതരണക്കാർ ചെയ്യുന്നതാണ് ഈ മെഴുക ആവരണം. ഇത് മെഴുകാണെന്ന് സംശയമുണ്ടോ? ഒന്ന് ഉരുക്കി നോക്കൂ. അതുമല്ലെങ്കിൽ ഒരു ആപ്പിൾ എടുത്ത് തീയിലെടുത്ത് ഒന്ന് പിടിച്ചു നോക്കിയാൽ മതി. ആപ്പിൾ തീയിൽ ചാടി പിടിക്കും. വലിയ വില കൊടുത്ത് ഇറക്കുമതി ചെയ്ത ആപ്പിൾ വാങ്ങി തിന്നുന്നതിന് മുൻപ് വെള്ളത്തിൽ കഴുകിയിട്ട് കാര്യമില്ല. കാരണം മെഴുക് വെള്ളം പിടിക്കില്ല. പല പഴങ്ങളുടെയും പുറം കാഴ്ച പോലെ അത്ര സുന്ദരമല്ല അകത്തെ കാഴ്ച. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ദിവസവും ഒരു ആപ്പിൾ കഴിക്കുന്നത് രോഗങ്ങളെ അകറ്റി നിർത്തുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പക്ഷേ എല്ലാ ഗുണനിലവാരവും ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഈ ആപ്പിൾ വാങ്ങി കഴിച്ചാൽ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാനുള്ള സമയമുണ്ടാകില്ല. തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറമാൻ സുരേഷ് നായർക്കൊപ്പം എസ് ലല്ലു, ഏഷ്യാനെറ്റ് ന്യൂസ്.
എന്ത് കഴിക്കണമെന്നും ഏത് കുടിക്കണമെന്നും എങ്ങനെ കുളിക്കണമെന്നും മലയാളിയെ പഠിപ്പിച്ച് കൊള്ള നടത്തുന്ന കുത്തക കമ്പനികളുടെ കാപട്യത്തിന്റെ മുഖമാണ് പോയ വാരത്തിൽ അഴിഞ്ഞുവീണത്. കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ വിശേഷപ്പെട്ടതായി പ്രചരിപ്പിക്കുന്ന ബേബി ഓയിലിലാണ് ഈ വൻ ചതി. ബേബി ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലെ പ്രമുഖരായ ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ചർമ്മരോഗങ്ങൾക്കും മരണത്തിനും വരെ കാരണമാകുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ബേബി ഓയിൽ എന്ന പേരിൽ നൽകുന്നത് റിഫൈനറികളിൽ നിന്നും പെട്രോളിനോടൊപ്പം ലഭിക്കുന്ന ശുദ്ധീകരിക്കാത്ത മണ്ണെണ്ണ. ഇക്കാര്യം കമ്പനി തന്നെ സമ്മതിച്ചുകൊണ്ട് ഉൽപ്പന്നത്തിന് പുറത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫുഡ് ആൻഡ് ഡ്രഗ്സ് കൺട്രോൾ കമ്മീഷൻ കേസെടുത്തതിനെ തുടർന്നാണ് രേഖാമൂലമുള്ള ഈ മുന്നറിയിപ്പ് ജോൺസൺ ആൻഡ് ജോൺസൺ തന്നെ രേഖപ്പെടുത്തിയത്. പക്ഷേ ഇവ വായിക്കാൻ കഴിയാത്ത വളരെ ചെറിയ അക്ഷരങ്ങളിൽ എഴുതുന്നതിനാൽ ഉപഭോക്താക്കൾ വഞ്ചിതരാകുന്നു. ജോൺസൺ ആൻഡ് ജോൺസൺസ് ബേബി ഓയിൽ കുപ്പിയുടെ പുറകില് ഒരു വാർണിംഗ് അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഫോർ എക്സ്റ്റേണൽ യൂസ് ഓൺലി, കീപ് ഔട്ട് ഓഫ് ദ റീച്ച് ഓഫ് ചിൽഡ്രൻ. കുട്ടികളെ തൊടിയിക്കരുത് എന്ന് തന്നെയാണ് അവർ എഴുതി വെച്ചിട്ടുള്ളത്. ടു പ്രിവെന്റ് ആക്സിഡന്റൽ ഡ്രിങ്കിങ് ആൻഡ് ഇൻഹലേഷൻ വിച്ച് ക്യാൻ കോസ് സിവിയർ ഇഞ്ചുറി. അപ്പോൾ അത് ശ്വസിച്ചാൽ പോലും മാരകമായ അപകടമുണ്ടാക്കുന്നതാണ് എന്ന് അവർ തന്നെ ആ കുപ്പിയുടെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ജോൺസൺ ആൻഡ് ജോൺസന്റെ ബേബി പൗഡർ, ബേബി ഷാംപൂ, ബേബി സോപ്പ്, ഹെയർ ഓയിൽ തുടങ്ങി എല്ലാ ഉൽപ്പന്നങ്ങളും കുഞ്ഞുങ്ങളിൽ നിന്നും മാറ്റിവെക്കണമെന്ന രേഖാമൂലം മുന്നറിയിപ്പ് നൽകിയാണ് ഉൽപ്പന്നം നിലവിൽ പുറത്തിറക്കുന്നതും. ബേബി പൗഡർ കുഞ്ഞുങ്ങൾ ശ്വസിക്കുന്നത് മരണത്തിന് കാരണമാകുമെന്നും മുന്നറിയിപ്പുണ്ട്. ജോൺസൺ ആൻഡ് ജോൺസന്റെ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ കുട്ടികളെ ലക്ഷ്യമാക്കിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. ആ ഉൽപ്പന്നങ്ങൾ കുട്ടികൾക്ക് അലർജി, ആസ്തമ, ത്വക്ക് രോഗങ്ങൾ, ക്യാൻസർ വരെ ഉണ്ടാക്കുന്നതാണ്. ജോൺസന്റെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ ഡിവിഷൻ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന രോഗങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കി ആ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പ്രകൃതി ജീവനത്തിന്റെ പ്രചാരകനായ ഡോക്ടർ ജേക്കബ് വടക്കുംചേരിയും സുഹൃത്തുക്കളും നാടുനീളെ ഈ തട്ടിപ്പിന്റെ ഹീനതന്ത്രം തുറന്നുകാട്ടുകയാണ്. എറണാകുളത്ത് ബേബി ഓയിൽ കത്തിച്ചായിരുന്നു പ്രതിഷേധം. നമ്മുടെ കുട്ടികളെ രോഗികളാക്കണമെങ്കിൽ ജോൺസന്റെ ബേബി കെയർ ബേബി ഓയിൽ, ആ സാധനം ഒരു ഓയിലാണെന്നാണ് പലരുടെയും വിശ്വാസം. ഇന്ത്യക്കാർക്ക് നിലവാരമില്ലാത്ത നാലാംകിട ഉത്പന്നങ്ങൾ മതി എന്ന വൻകിട കമ്പനികളുടെ ധിക്കാരമാണ് ഏറെ ഗുരുതരം. ആരോഗ്യത്തിന് ഹാനികരമെന്ന് എഴുതിവെച്ച മദ്യവും സിഗരറ്റുമെല്ലാം അറിഞ്ഞുകൊണ്ട് ആസ്വദിക്കുന്നവർക്ക് ഇതൊന്നും പ്രശ്നമല്ലെന്ന് വരാം. എന്നാൽ ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളെയും കുരുതി കഴിക്കണോ എന്നതാണ് പ്രധാന പ്രശ്നം. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന അരിമാവ് നിർമ്മാണ കേന്ദ്രം അടച്ചുപൂട്ടാൻ നിർദ്ദേശം. തിരുവനന്തപുരം പൂജപ്പുരയ്ക്ക് സമീപമുള്ള ഈസി കുക്ക് എന്ന സ്ഥാപനത്തിനെതിരെയാണ് ഫുഡ് സേഫ്റ്റി വിഭാഗം ഉദ്യോഗസ്ഥർ നടപടിയെടുത്തത്. വെള്ളത്തിൽ കുതിർത്തുവച്ച് ദിവസങ്ങൾ പഴക്കമുള്ള അരിയും ഉഴുന്നും മാവ് ഒട്ടിപ്പിടിച്ച് ഈച്ചയരിക്കുന്ന ഗ്രൈൻഡർ വെള്ളം കണ്ടിട്ട് മാസങ്ങളായി കാണണം. അഴുക്കുചാലിന് മുകളിൽ കണ്ടാലറയ്ക്കുന്ന പാത്രങ്ങളിൽ തുറന്നുവെച്ച മാവ്, തേങ്ങ ചിരവി അരച്ചുകൊടുക്കുന്ന യന്ത്രത്തിന്റെ അവസ്ഥ ഇതാ ഇങ്ങനെ. പൊടിയും മാറാലയും ചെളിയും കൂടെ മൂക്കുതുളഞ്ഞു കയറുന്ന ദുർഗന്ധവും. ഈസി കുക്ക് എന്ന പേരിൽ അരിമാവ് നിർമ്മിക്കുന്ന കേന്ദ്രത്തിൽ പരിശോധനയ്ക്കെത്തിയപ്പോൾ അധികൃതർ കണ്ട കാഴ്ച ഇതൊക്കെയാണ്. വളരെ വൃത്തിഹീനമായും ശുചിത്വം ഇല്ലാത്ത രീതിയിലുമാണ് നടന്നു വരുന്നത്. ഇവിടെ പറഞ്ഞിട്ടുള്ള ന്യൂനതകൾ പരിഹരിച്ച ശേഷം മാത്രമേ ഇത് തുറന്നു പ്രവർത്തിക്കാവൂ. അതുവരെ ഇത് അടച്ചിടുന്നു. മനോഹരമായി പാക്ക് ചെയ്താണ് സൂപ്പർ മാർക്കറ്റുകൾ അടക്കം പ്രമുഖ സ്ഥാപനങ്ങൾ വഴി ഈസി കുക്ക് വിതരണത്തിനെത്തുന്നത്. പാക്കറ്റിൽ രേഖപ്പെടുത്തുന്ന തീയതിയിലുമുണ്ട് തിരിമറി. അരിമാവിന്റെ സാമ്പിളുകൾ അധികൃതർ ശേഖരിച്ചു. വരും ദിവസങ്ങളിലും പരിശോധന തുടരാനാണ് തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഈ അന്വേഷണം തുടങ്ങിക്കൊണ്ടുള്ള ആദ്യത്തെ വാർത്ത ഒരിക്കൽ കൂടി പ്രേക്ഷകരുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. ഇന്നലെ ഞങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിൽ കൊണ്ടുവന്നത് സർജിക്കൽ ഉപകരണങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് സ്വകാര്യ കടകളിലേക്ക് കടത്തുന്നുവെന്നുള്ള അവിശ്വസനീയമായ വാർത്തയാണ്. ദൃശ്യങ്ങൾ മാത്രം മതി ഈ അവിശ്വസനീയമായ കഥ എല്ലാ ദിവസവും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കുകയാണെന്ന് മനസ്സിലാക്കാൻ. ആ റിപ്പോർട്ടിലേക്ക്. ഇത് രാജൻ മെഡിക്കൽ കോളേജിൽ കുറച്ചു കാലം മുമ്പ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി. കാലിൽ കമ്പിയിടണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചനുസരിച്ച് കമ്പി വാങ്ങിക്കൊടുത്തതിന്റെ ബില്ലാണിത്. ഓപ്പറേഷൻ കഴിഞ്ഞു. പിന്നെ സംശയം തോന്നി എക്സ്റേ എടുത്തപ്പോൾ കാലിൽ കമ്പിയില്ല. രാജേട്ടന്റെ അനുഭവം തന്നെയാണ് മെഡിക്കൽ കോളേജിൽ എത്തുന്ന പലർക്കും. എവിടെ പോകുന്നു ഇവർ വാങ്ങി നൽകുന്ന സർജിക്കൽ ഉപകരണങ്ങൾ? ഇതാണ് മെഡിക്കൽ കോളേജിലെ അസ്ഥിരോഗ വിഭാഗത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചതും.
എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിൽ സംഭവിക്കുന്നതെന്നറിയാൻ ഞങ്ങൾ തിയേറ്ററിനടുത്തെത്തി. തിയേറ്ററിന് മുന്നിൽ ഓപ്പറേഷൻ യൂണിഫോമിൽ ആശുപത്രി വികസന സമിതിയുടെ സർജിക്കൽ ഷോപ്പിലെ ജീവനക്കാർ നിൽക്കുന്നു. എന്തിനാണ് ഇവർ തിയേറ്റർ യൂണിഫോമിൽ നിൽക്കുന്നതെന്ന് മനസ്സിലായില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത് മറ്റൊരു ജീവനക്കാരനും വന്നു. ഫോണിൽ ആരോ നൽകിയ നിർദ്ദേശത്തെ തുടർന്ന് ജീവനക്കാരി തിയേറ്ററിനുള്ളിലേക്ക് പോയി. ഒരു പെട്ടിയുമായി പുറത്തു വന്നു. തുടർന്ന് കൂടെയുള്ളയാൾക്ക് കൈമാറി. അയാൾ അതുമായി തിയേറ്ററിന്റെ മറ്റൊരു ഭാഗത്തേക്ക്. അവിടെ നിന്നും രഹസ്യമായി പച്ചക്കവർ മാറ്റി മൂന്നാമത്തെ ആൾക്ക് പെട്ടി കൈമാറി. മൂന്നാമത്തെയാൾ അതുമായി പുറത്തേക്ക് പോയി. ഞങ്ങൾ അയാളെയും പിന്തുടർന്നു. സംസ്ഥാനത്തെ 100-ലധികം പ്രമുഖ ആശുപത്രികൾ, പേരുകേട്ട ഡോക്ടർമാർ, ഇവർ കേരളത്തിലെ 10,000-കണക്കിന് മനുഷ്യ ശരീരങ്ങളെ ബഹിരാഷ്ട്ര കമ്പനികൾക്ക് വേണ്ടി ഗിനിപ്പന്നുകളാക്കിയെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് 2 മാസത്തോളമായി ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ വെളിപ്പെടുന്നത്. രാജ്യത്ത് മരുന്നു പരീക്ഷണങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട ക്ലിനിക്കൽ ട്രയൽസ് രജിസ്ട്രി പ്രകാരമുള്ള രേഖകൾ അനുസരിച്ചാണിത്. ഇതനുസരിച്ച് കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ കേരളത്തിലെ 1 ലക്ഷത്തിലധികം മനുഷ്യരിൽ മരുന്നു പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്. ക്യാൻസർ, പ്രമേഹം, ഹൃദ്രോഗം, കരൾ, വൃക്കരോഗികളിലാണ് പരീക്ഷണങ്ങളിൽ ഏറെയും നടന്നത്. നിയമത്തിന്റെ സൂക്ഷ്മതകൾ പാലിക്കപ്പെട്ട് മാത്രമേ രോഗികളിലോ രോഗമില്ലാത്തവരിലോ മരുന്നു പരീക്ഷണം നടത്താൻ പാടുള്ളൂ. പരീക്ഷണത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഇതിന് വിധേയരാകുന്നവരെ പൂർണ്ണമായും ബോധ്യപ്പെടുത്തണമെന്നതാണ് ഏറ്റവും പ്രധാനം. എന്നാൽ ഇക്കാര്യം കേരളത്തിലെ മിക്ക പരീക്ഷണങ്ങളിലും പാലിക്കപ്പെടുന്നില്ല. മാതാ അമൃതാനന്ദമയി മഠം നടത്തുന്ന എറണാകുളത്തെ അമൃത ആശുപത്രിയിലാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മരുന്ന് പരീക്ഷണം നടന്നത്. 4 വർഷത്തിനിടയിൽ 81 മരുന്നുകൾ ഇവിടെ രോഗികളിൽ പരീക്ഷിക്കപ്പെട്ടു. ചുരുങ്ങിയത് 10,000 പേരെങ്കിലും ഇങ്ങനെ പരീക്ഷണ മൃഗങ്ങളായി. എറണാകുളം ജില്ലയിലെ ലേക്ക് ഷോർ ആശുപത്രിയിൽ 38, ലിസി ആശുപത്രിയിൽ 9, ലിറ്റിൽ ഫ്ലവറിൽ 9 പരീക്ഷണങ്ങൾ നടന്നതായി രേഖകൾ വ്യക്തമാക്കുന്നു. തിരുവനന്തപുരം ജില്ലയിൽ നടന്ന 150ഓളം മരുന്നു പരീക്ഷണങ്ങളിൽ 47 നടന്നത് മെഡിക്കൽ കോളേജിന് സമീപമുള്ള ഹെൽത്ത് ആൻഡ് റിസർച്ച് സെന്റർ എന്ന ആരും അധികം അറിയപ്പെടാത്ത സ്ഥാപനത്തിലാണ് എന്നതും ദുരൂഹമാണ്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ 21ഉം ശ്രീചിത്രയിൽ 22ഉം ഗോകുലം മെഡിക്കൽ കോളേജിൽ 2009 ശേഷം മാത്രം 17 പരീക്ഷണങ്ങൾ അരങ്ങേറി. അനന്തപുരി ആശുപത്രിയിൽ 9ഉം ജ്യോതിദേവ് ഡയബറ്റിക് സെന്ററിൽ 9ഉം PRS ആശുപത്രിയിൽ 7ഉം സർക്കാർ മെഡിക്കൽ കോളേജിൽ 11 പരീക്ഷണങ്ങൾ നടന്നു. തൃശൂർ ജൂബിലി മിഷൻ, വെസ്റ്റ് ഫോർട്ട്, എലൈറ്റ്, മദർ ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലായി 50-നടുത്ത് പരീക്ഷണങ്ങൾ നടന്നു. പാലക്കാട് സായ് ഹോസ്പിറ്റൽ, പാലക്കാട് ഡയബറ്റിക് സെന്റർ എന്നിവിടങ്ങളിലും പരീക്ഷണങ്ങൾ നടന്നു. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രി, മിംസ്, തലശ്ശേരിയിലെ മലബാർ ക്യാൻസർ സെന്റർ, കണ്ണൂരിലെ ധനലക്ഷ്മി ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലും പരീക്ഷണങ്ങൾ നടക്കുന്നു. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഇവയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിൽ എത്ര മരുന്നു പരീക്ഷണങ്ങൾ എത്ര മനുഷ്യ ശരീരങ്ങളിൽ നടപ്പാക്കി? മരുന്നു പരീക്ഷണത്തിന് ഇരയായവരിലെ പാർശ്വഫലങ്ങളെക്കുറിച്ച് സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ ബോധ്യമുണ്ടോ? മരുന്നു പരീക്ഷിക്കപ്പെട്ട ആളുകളുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി എന്ത്? ആർക്കെങ്കിലും ജീവാപായം സംഭവിച്ചിട്ടുണ്ടോ? മരുന്നു പരീക്ഷണം എന്ന പേരിൽ കേരളത്തിൽ നടന്നത് നഗ്നമായ മനുഷ്യാവകാശ ലംഘനങ്ങളും കുറ്റകൃത്യവുമാണെന്നാണ് ഇന്ത്യ വിഷൻ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായത്. പരീക്ഷണമല്ല, മറിച്ച് കോടികളുടെ പരീക്ഷണ വ്യാപാരമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ കേരളത്തിലെ സ്വകാര്യ സർക്കാർ ആശുപത്രികളിൽ നടന്ന മുഴുവൻ മരുന്നു പരീക്ഷണത്തെക്കുറിച്ചും വ്യക്തമായ അന്വേഷണം അനിവാര്യമാണ്. ക്യാമറാമാൻ S. സുരേഷ് കുമാറിനൊപ്പം PR സരിൻ, ഇന്ത്യ വിഷൻ.